സർ, ഞങ്ങൾ ഈ സഭാ നടപടികളുമായി എന്തിനാ അദ്ദേഹം പാടുണ്ടാക്കുന്നത്? എവിടെ ഇരിക്കട്ടെ, ഞാനല്ലേ സംസാരിക്കുന്നത്. സാർ, ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ 2 ദിവസമായി നിസ്സഹകരിക്കുകയാണ്. സാർ, ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ്. സാർ, അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. സാർ, അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി നിസ്സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, പ്ലീസ്. പാർലമെന്ററി മിനിസ്റ്റർ, പ്ലീസ്. മിനിസ്റ്റർ പറഞ്ഞോ. സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതിയുണ്ടല്ലോ, നോട്ടീസ് ഉന്നയിച്ചുകൊണ്ട്. അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത്? ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ. ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ്? കേരളത്തിൽ നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട്, ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച്, സ്പീക്കർക്കും റൈറ്റ് ഉണ്ട്, നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്? കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കറുടെ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? യെസ് മിനിസ്റ്റർ, പ്ലീസ്. നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 242, ബഹുമാനപ്പെട്ട ശ്രീ എം വിജിൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, കേരള സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 99 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ 72 എണ്ണത്തിൻ്റെ നിർമ്മാണം ചുമതല RBDCക്കും 27 എണ്ണത്തിൻ്റെ നിർമ്മാണ ചുമതല KRDCLനും നൽകിയിട്ടുണ്ട്. കൂടാതെ 39 റെയിൽവേ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ 100% റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല 26/3/2025 തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം KRDCLന് നൽകിയിട്ടുള്ളതുമാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് RBDCക്ക് നിർവഹണ ചുമതലയുള്ള 8 റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ ചുമതലയിലുള്ള ഒരു മേൽപ്പാലത്തിൻ്റെയും KRDCLന് നിർവഹണ ചുമതലയുള്ള ഒരു റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദ വിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട്. നിലവിൽ 24 റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. RBDCക്ക് 10, KRDCL 13, PWD ദേശീയപാത വിഭാഗം 1. അവയുടെ വിശദ വിവരങ്ങൾ അനുബന്ധം KRDCLന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണത്തിനുമുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. RBDCക്ക് നിർവഹണ ഏജൻസിയായിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒട്ടുമിക്ക പദ്ധതികളിലും റെയിൽവേ ലൈനിന് മുകളിലുള്ള പാലം റെയിൽവേയാണ് നിർമ്മിക്കുന്നത്. പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട്. റെയിൽവേയുമായി സഹകരിച്ച് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും വലിയ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. കാലതാമസം ഒഴിവാക്കുന്നതിനായി നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള ചില പദ്ധതികളിൽ റെയിൽവേ ഭാഗം ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മാണം RBDCക്ക് ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ അനുബന്ധ C ആയി ചേർക്കുന്നു സാർ. D, ഭരണാനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കേണ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ വിശദ വിവരങ്ങൾ അനുബന്ധം D ആയി ചേർക്കുന്നു സാർ. സാധാരണ ഞാൻ ടേബിൾ ചെയ്യലാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത്. താങ്ക് യു.